ഇനി പോകേണ്ടത് നാളത്തെ അർജന്റീന ജോർദാൻ പോരാട്ടത്തിലേക്കാണ്. അപ്പോൾ ടോപ്പ് സ്കോറർമാരൊക്കെ നമുക്കങ്ങ് പറഞ്ഞു വിട്ടേക്കാം. കാരണം മെസ്സി മുന്നിലാണ്. മെസ്സി വീണ്ടും മുന്നിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ. നാളെ എന്തായാലും മെസ്സി ഉണ്ടാകില്ല ആദ്യ 11-ൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അർജന്റീനയുടെ സാധ്യത ലൈനപ്പ്. വീണ്ടും നമ്മൾ മൈതാനത്തേക്ക് പോവുകയാണ്. സ്കലോണി കാത്തുവെക്കുന്ന മാജിക്കൽ മെസ്സി ഇല്ലെങ്കിൽ എന്തൊക്കെ തന്ത്രങ്ങൾ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മെസ്സിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ ക്രെയിനിലേക്ക് ഉയരാം. ക്രെയിനിൽ നിന്ന് റോബോട്ടിക് ക്രെയിനിൽ നമ്മൾ ഉയരുകയാണ്. ആകാശത്തേക്ക് ഉയരുമ്പോൾ നമുക്ക് ആകാശ നീല നിറം പുതച്ച് നിൽക്കുന്ന സ്റ്റേഡിയം കാണാൻ കഴിയും. അത് എന്നും ഒരു ഭംഗിയാണ്. അതിൻ്റെ നടുക്കായി ഉദയസൂര്യനെയും നമുക്ക് കാണാൻ കഴിയും. അർജന്റീന ആൽബി സെലസ്റ്റകൾ ഏതായാലും ഒരുങ്ങി തന്നെ ഇറങ്ങുകയാണ്. നമുക്ക് താഴേക്ക് ഇറങ്ങി മൈതാനത്തേക്ക് ഇറങ്ങി ടീം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കൂടി നോക്കാം. അർജന്റീന ടീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും? പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് 11 താരങ്ങളിൽ 9 മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോൾ കീപ്പറിൽ മാറ്റമൊന്നുമില്ല. എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും ഗോൾ കീപ്പറായി ക്രോസ് ബാറിന് കീഴെ ഉണ്ടാകുക. അദ്ദേഹം കൈവീശി അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എമിലിയാനോ മാർട്ടിനസിനെ മാറ്റാനുള്ള സാധ്യത കാണുന്നില്ല. ഒരുപക്ഷെ ഒരു 80 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുവരെ കളിക്കാത്ത ഒരാൾക്ക് അവസരം കൊടുക്കുന്നു. കാരണം തുടർന്നുള്ള മത്സരങ്ങളിൽ ഇതുപോലെ ഒരു ചേഞ്ച് വേണ്ടി അതുകൊണ്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ഇനി നമുക്ക് വലത് വിങ് ബാക്ക് സ്ഥാനത്ത് നിന്ന് തുടങ്ങാം. കഴിഞ്ഞ തവണ അത് മൊളീനെ ആയിരുന്നുവെങ്കിൽ അവിടെ ഒരു മാറ്റം വരികയാണ്. ഗോൺസാലോ മുണ്ടിയൽ ആദ്യ മത്സരത്തിൽ ആദ്യ ലെവലിൽ ഉണ്ടായതാണ് മുണ്ടിയൽ. അപ്പോൾ നാളത്തെ മത്സരത്തിൽ നാളെ രാവിലെ 7:30 മോണ്ടിയൽ ഒരുപക്ഷെ ആദ്യ ലെവലിൽ ഉണ്ടാകും. ഇനി സെൻട്രൽ ഡിഫൻസിൽ കഴിഞ്ഞ തവണ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമേറോയും ആണ് എന്നുണ്ടെങ്കിൽ ഇത്തവണ അതിൽ മാറ്റം വരുമോ? നമുക്ക് സെൻട്രൽ ഡിഫൻസിലേക്ക് പോകാം. സെൻട്രൽ ഡിഫൻസിലേക്ക് പോകുമ്പോൾ ഒന്ന് നിക്കോളാസ് ഒറ്റാമെൻഡിയാണ് കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയിരുന്നു ഒറ്റാമെൻഡി. അപ്പോൾ ഒറ്റാമെൻഡി ഒരുപക്ഷെ ആദ്യ ലെവലിൽ ഉണ്ടാകും. അദ്ദേഹത്തിന് പ്രായമുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ആദ്യ ലെവലിലുണ്ടാകും. ഒറ്റാമെൻഡിക്ക് കൂട്ടായി നിക്കോളാസ് ഒറ്റാമെൻഡിക്ക് കൂട്ടായി വരിക ഒരുപക്ഷെ ആദ്യമായി ലോകകപ്പിൽ മാർക്കോസ് സെനേസിക്ക് ഒരു അവസരം ലഭിക്കാനുള്ള സാധ്യത നമുക്ക് കളിക്കളയാൻ കഴിയില്ല. അപ്പോൾ സെനേസി ഒട്ടാമെൻഡി കൂട്ടുകെട്ട് എങ്ങനെ നമുക്ക് സെൻട്രൽ ഡിഫൻസ് ഉണ്ടാകും? ഒരു പുതുമുഖവും ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ആളും തമ്മിലുള്ള ആ ഒരു ആ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്നത് ചിലപ്പോൾ ആകാംക്ഷയായിരിക്കും. ഇനി നമുക്ക് ലെഫ്റ്റ് വിങ് ബാക്ക് സ്ഥാനത്തേക്ക് പോകാം. മെദീന കഴിഞ്ഞ മത്സരത്തിലൊക്കെ നന്നായി കളിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ പരിക്ക് മാറ്റി താഗ്ലിയാഫിക്കോ എത്തുകയാണ്. അദ്ദേഹം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ്. അദ്ദേഹത്തിന് കളിക്കാനുള്ള അവസരം വേണം. അതുകൊണ്ട് തന്നെ താലിയാഫിക്കോ ഫസ്റ്റ് ലെവലിൽ ഉണ്ടാകാനുള്ള ആദ്യ ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് കളിക്കളങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മധ്യനിരയിലേക്ക് പോകാം. മധ്യനിരയിൽ കഴിഞ്ഞ തവണ 3 താരങ്ങൾ മക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഡീപോളും ഉണ്ടായതിൽ അതിൽ മാറ്റങ്ങൾ വരുന്നു. ലോസെൽസോ കാരണം ലോകോത്തര താരം തന്നെയാണ് ലോസെൽസോയ്ക്ക് ശരിക്ക് അർജന്റീന ടീം ആയതുകൊണ്ടാണ് ഈ അവസരങ്ങളൊന്നും പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ലോസെൽസോ എൻസോയ്ക്ക് പകരം വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുകയാണ്. അടുത്തത് റോഡ്രിഗോ ഡീപോൾ തന്നെയാണ്. ഡീപോളിനെ ആദ്യ ലെവലിൽ തന്നെ നിർത്തും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. 2 മത്സരത്തിലും സ്റ്റാർട്ടറായിരുന്നു ഡീപോൾ. ഇനി അടുത്ത മിഡ്ഫീൽഡിലേക്ക് വരുന്ന അടുത്ത താരം എന്ന് പറയുന്നത് എസെക്കിയൽ പലാസിയോസ് ആണ്. അപ്പോൾ 3 മക്കലിസ്റ്ററും എൻസോയും മധ്യനിരയിൽ നിന്ന് മാറുന്നു എന്നതാണ്. ഇനി നമുക്ക് മുന്നേറ്റത്തിലേക്ക് പോകാം. മുന്നേറ്റത്തിലേക്ക് പോകുമ്പോൾ 4-3-3 എന്നുള്ളതാണ്. അത് 4-4-2 മാറാം. അപ്പോൾ സിമിയോണിയുടെ മകൻ ജൂനിയർ സിമിയോണിയെ ഇപ്പോൾ ജൂലിയാനോ സിമിയോണിക്ക് കൂടി അവസരം ലഭിക്കുമോ എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു ലോകകപ്പിന് മുൻപുള്ള സന്നാഹ മത്സരങ്ങളൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്, ഗോളും നേടിയിട്ടുണ്ട്. അപ്പോൾ സിമിയോണി ഒരു പക്ഷേ നാളെ രാവിലെ ആദ്യ ലെവലിൽ ഉണ്ടാകും. അദ്ദേഹത്തിന് കൂട്ടായി അൽവാരസ് ആദ്യമായി ഫസ്റ്റ് ലെവലിൽ കളിക്കാൻ പോകുന്നു എന്നാണ്. പകരക്കാരനായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹൂലിയൻ ആൽവരസ് സെൻട്രൽ സ്ട്രൈക്കറായി തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിന് കൂട്ടായി ആരായിരിക്കും? കഴിഞ്ഞ തവണ ലിസാൻഡ്രോ മാർട്ടിനസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം ഏതായാലും അൽവാരസ് ആയിരിക്കും. ഇനി നിക്കോ ഗോൺസാലസ് കൂടി ആദ്യ ലെവലിൽ, അൽമാഡി ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിക്കോ ഗോൺസാലസ് ആദ്യ ലെവലിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടിമുടി മാറ്റം 9 മാറ്റം. കാരണം ഏതായാലും സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു, 1ാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എതിരാളികൾ കേപ്പ് വെറുതെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു പരീക്ഷണത്തിനുള്ള അവസരമാണല്ലോ ജോർദാനെതിരെ എന്നുള്ളത്. അപ്പോൾ ഇതായിരിക്കും സാധ്യത 11 എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മെസ്സി ഇല്ലാത്ത ആ ടീം ആരാധകർ പകരക്കാരനായി ഒരു പക്ഷേ ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം 1-2 ഗോൾ അടിച്ചാൽ പോലും അതാ ഗോൾഡൻ ബൂട്ടിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിരിക്കും. പക്ഷേ മെസ്സി എല്ലാ മത്സരങ്ങളും കളിക്കണം എന്നതാണ് ആരാധകരും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മൈതാനത്ത് നിന്ന് നമ്മൾ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞു.